ഹലോ ഗായ്സ്, ഒരു പഫ്സ് വെച്ച് തുടങ്ങിയാലോ? ഇന്നത്തെ ദിവസം ഞാൻ കോയമ്പത്തൂർ എയർപോർട്ടിലാണ് ഉള്ളത്. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ കോയമ്പത്തൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇന്നലെ അല്ല കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു ഡൽഹിയിലേക്ക് ഞാൻ എൻ്റെ റീജോയിനിങ്ങിന് വേണ്ടി പോവാണെന്ന്. അപ്പോൾ ഞാൻ ട്രാവൽ ചെയ്യുന്ന എയർ വിസ്റ്റാര ത്രൂ ആണ്. എയർ വിസ്റ്റാര മറ്റേ ഇപ്പോൾ എയർ ഇന്ത്യ എടുത്തു. ഇപ്പോൾ എയർ ഇന്ത്യയാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത്. ഡൽഹിയിലേക്ക് റീജോയിനിങ് പ്രോസസ്സും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ വേണ്ടിയിട്ടാണ് ഞാനൊരു 5 ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ട്രാവൽ ചെയ്യുന്ന പ്രീമിയം ഇക്കോണമിയിലാണ്. അപ്പോൾ അവർ നല്ലൊരു മെനു ഒക്കെ തരും, നല്ല ബെവറേജസും ഹോട്ട് ആൻഡ് കോൾഡ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ മെയിൻ മീലിൽ വെജ് നോൺ വെജ് ഞാൻ സെലക്ട് ചെയ്തത് ഒരു വെജ് ഇതായിരുന്നു, കോഴ്സായിരുന്നു. സാലഡും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു പ്രീമിയം ഫീൽ, കുറച്ച് ലെഗ് റൂമും എക്സ്ട്രാ ലെഗ് റൂമും പിന്നെ എനിക്ക് നല്ലൊരു ഭാഗ്യം ഉണ്ടായിരുന്നു. എൻ്റെ 2 സൈഡിലുള്ള സീറ്റുകളും വേക്കൻ്റ് ആയിരുന്നു. അപ്പം നല്ല വിശാലമായി കാലൊക്കെ കയറ്റി വെച്ച് പോകാനുള്ളൊരു സൗകര്യം കൂടി എനിക്ക് കിട്ടിയിരുന്നു. അങ്ങനെ പ്രത്യേകിച്ചൊരു വ്യത്യാസം ആയിട്ടൊന്നും ഇല്ല. പ്രീമിയം ഇക്കോണമി ഓൺലി തിങ് നമുക്കൊരു മെനു കാർഡ് തരും അവർ, എക്സ്ട്രാ ഇപ്പോൾ കാണിച്ചു തന്ന പോലത്തെ ഒരു മെനു കാർഡും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് ഞാനിപ്പോൾ ടേക്ക് ഓഫ് ചെയ്യുന്ന ഒരു ഇതാണ് സമയം. നല്ല എനിക്ക് ഏറ്റവും ഇഷ്ടം, ഒരു എക്സൈറ്റ്മെൻ്റ് ഉള്ള ഒരു സമയമാണ്. പൊങ്ങുന്ന ഒരു വയറ്റിൻ്റെ ഉള്ളൊരു ബട്ടർഫ്ലൈ എഫക്റ്റ് വരുന്നൊരു സംഭവം. സോ ഐ റിയലി എൻജോയ് ദ ടേക്ക് ഓഫ്സ് ആൻഡ് ലാൻഡിങ്സ്. സോ ഇപ്പോൾ ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തു. സമയം ഏകദേശം ഒരു 6:30-7 മണിയായിരുന്നു. എൻ്റെ ലേറ്റ് ഈവനിങ് ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ പാലക്കാട് നിന്ന് കോയമ്പത്തൂർ വരേക്കും പപ്പയും മമ്മിയും പിന്നെ എൻ്റെ ഡ്രൈവർ അങ്കിളും കൂടി എന്നെ കൊണ്ടുവിട്ടു. ആൻഡ് ഫ്രം ദെയർ ഐ എം ട്രാവലിംഗ് അലോൺ ടു ഡൽഹി. അപ്പം നല്ല വ്യൂ ആയിരുന്നു. ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ഈവനിങ്. ഇപ്പോൾ ആകാശം തന്നെ നിങ്ങൾ കണ്ടില്ലേ, നല്ല ഒരു കളർ കോമ്പിനേഷനും നല്ലൊരു കളറായിരുന്നു. താഴെയൊക്കെ നിറയെ നക്ഷത്രങ്ങളെപ്പോലെ ഒരുപാട് ലൈറ്റ്സും ഭംഗിയുമുള്ളായിരുന്നു. പിന്നെ എനിക്കൊരു നല്ല ഫീലിംഗ് ആയിരുന്നു. ഓൾമോസ്റ്റ് ഒരു 1 ഇയർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ തിരിച്ച് ജോലിക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു ടു ഗെറ്റ് ബാക്ക് ടു റുട്ടീൻ, ടു ഡൂ ദ തിങ്സ് ദാറ്റ് ഐ യൂസ് ടു ഡൂ അ ലോട്ട് പാഷനേറ്റ്ലി. അങ്ങനെ അപ്പോൾ എന്താണ് നെക്സ്റ്റ്, എന്താണ് ഞങ്ങളുടെ കമ്പനിയിൽ ഒരുപാട് റീസ്ട്രക്ചറിങ് റീഫോർമേഷനൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ടീമിൽ. ഞാൻ വർക്ക് ചെയ്യുന്ന മെഡിക്കൽ അഫെയർസ് ടീമിലാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും ഡിന്നർ എത്തി. ഡിന്നറിൽ കാണുന്ന പോലെ നല്ല ഡിന്നറായിരുന്നു. അത്ര മോശമൊന്നുമല്ല. നല്ല ഒരു ഡെസേർട്ട് ഉണ്ടായിരുന്നു, ഒരു റഷ്യൻ സാലഡ് പോലത്തെ എന്തൊരു സാലഡ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു കൊഫ്ത കറി, ഒരു വെജ് കറി, പിന്നെ ഒരു ബൺ, ഒരു ഡയറ്റ് കോക്ക്. ഇത്രയും ഫുഡ് ഉണ്ടായിരുന്നു. നല്ല സംച്വസ് ആയിരുന്നു. ഐ മീൻ ഫുള്ളാവാൻ പറ്റുന്ന അത്ര ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് നമ്മൾ ഡൽഹിയിൽ എത്താറായ സമയത്തുള്ളൊരു വ്യൂ ആണ്. ഡൽഹി എന്ന് പറഞ്ഞാൽ നമ്മൾ ആകാശത്ത് നിന്ന് കാണുമ്പോൾ ഒരു രാത്രിയൊക്കെ ഒരു പ്രത്യേക ഗ്ലോ ആണ് ആ സിറ്റിക്കുള്ളത്. ഭയങ്കര ഇൻറ്റൻസ്ലി ക്രൗഡഡ് സിറ്റി ആയതുകൊണ്ട് നിറയെ ലൈറ്റും നിറയെ ആൾക്കാരും തിങ്ങിപ്പാർക്കുന്ന ഒരു സിറ്റിയാണ് ഡൽഹി. അപ്പോൾ എനിക്ക് നല്ലൊരു ഫീലിംഗ് ആയിരുന്നു, ഒരു മിക്സ്ഡ് ഇമോഷൻ ആയിരുന്നു ടു ഗെറ്റ് ബാക്ക് ടു വർക്ക്. ഓൾസോ ഡൽഹിയിലാണ് ഞാൻ ജനിച്ചു വളർന്നതൊക്കെ. എൻ്റെ സ്കൂളും കോളേജും ഫ്രണ്ട്സും എൻ്റെ എല്ലാം ജീവിതമേ ഡൽഹിയിലായിരുന്നു. അപ്പോൾ തിരിച്ച് ഒരു വർഷത്തിൻ്റെ ഗ്യാപ്പിന് ശേഷം അങ്ങോട്ട് പോകുമ്പം വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ. ഇത് ഇൻ്റർനാഷണൽ എയർപോർട്ടായിരുന്നു. എയർ ഇന്ത്യ യൂഷ്വലി T3യിലാണ് ലാൻഡ് ചെയ്യുന്നത്. ഡിപ്പാർച്ചറും ലാൻഡിങ്ങും ഇൻ്റർനാഷണലാണ്. അപ്പോൾ ഇതൊരു ഫേമസ്, നിങ്ങളെല്ലാവരും പല വീഡിയോകളിലും ബ്ലോഗുകളിലൊക്കെ കണ്ടതായിരിക്കും. ഈ വാൾ ഡാൻസിൻ്റെ മുദ്രകളാണ് ഈ വാളിൽ നിന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പോൾ വളരെയധികം ഫേമസ് ആയൊരു എയർപോർട്ടാണ്. ഇന്ത്യയിലെ തന്നെ അല്ല, ഏഷ്യയിൽ തന്നെ നല്ല വൺ ഓഫ് ദി ബെസ്റ്റ് ഫൈനസ്റ്റ് എയർപോർട്ട്സ് ആണെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. എനിക്കറിയില്ല എത്ര സത്യമാണെന്ന്. ബട്ട് ഇതാണ് ഇവിടുത്തെ ഫോക്കസ്. ഇത് ബെസ്റ്റ് എയർപോർട്ട് കണ്ടില്ലേ, ഇവിടെ എഴുതിയിരിക്കുന്നു ബെസ്റ്റ് എയർപോർട്ട് ഫോർ ദ 7th കൺസിക്യൂട്ടീവ് ഇയർ ആയിരുന്നു. ഇപ്പം ഞാൻ നടന്ന് പോകുന്നത് കൺവെയർ ബെൽറ്റിലേക്കാണ്. യൂഷ്വലി ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ഒക്കെ ക്യാരി ചെയ്യുന്ന ഒരു ചെറിയ ക്യാബിൻ ബാഗേജാണ് യൂഷ്വലി ഞാൻ ട്രാവൽ ചെയ്യുന്നത്. ബിക്കോസ് ഞാൻ ട്രാവൽ ചെയ്യുന്നതൊക്കെ 1 or 2 ഡേയ്സിന് വേണ്ടി മാത്രമാണ്. ഇപ്രാവശ്യം എക്സ്റ്റെൻസീവായൊരു ഇൻഡക്ഷൻ ഫംഗ്ഷനും കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു 5 days ട്രിപ്പാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഞങ്ങൾ കമ്പനി ഗസ്റ്റ് ഹൗസിൽ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. യൂഷ്വലി ഞങ്ങൾക്ക് കമ്പനി നല്ല സ്റ്റേ ഒക്കെ തരുമായിരുന്നു. ഇപ്പോൾ അവർക്കൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അങ്ങനെ ആ ഗസ്റ്റ് ഹൗസിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. എനിക്ക് അറിയില്ല എങ്ങനെ ഉണ്ടാവും. ഞാൻ ആദ്യമായിട്ടാണ് ഗസ്റ്റ് ഹൗസിലേക്ക് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. വഴി ഞാൻ പറയാം, അവിടെ എത്തിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ എയർപോർട്ടിൽ നല്ല രസമാണ് എയർപോർട്ട് കാണാൻ. അതായത് ഒരുപാട് ആൾക്കാർ
പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നു, പല കാര്യങ്ങൾക്കായി പോകുന്നു. ഇവിടെ കാണുന്ന എത്രയോ പേര് ഓരോ ലക്ഷ്യത്തിലേക്കുള്ള നടന്നു നീങ്ങലാണെന്നുള്ള അറിയുമ്പം നല്ല ഒരു രസമാണ് അവിടെ നമുക്ക് പോകാൻ. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒബ്സർവ് ചെയ്യും. ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഞാൻ ഒരുപാട് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഞാൻ എയർപോർട്ടിൽ പല ആൾക്കാരെയും ഇങ്ങനെ ശ്രദ്ധിക്കും. അവരുടെ ഫാമിലീസിൻ്റെ കൂടെയുള്ള സംസാരങ്ങളും, ചിലവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും, ജോളി ആയിരിക്കും, ചിലവർ അവരുടെ ജീവിതത്തിലെ ഫസ്റ്റ് ഫ്ലൈറ്റ് എടുത്തിരിക്കും, ചിലവർ ആദ്യമായിട്ട് കുഞ്ഞിനെ കാണാൻ പോകുന്നതായിരിക്കും, അവരുടെ പേരക്കുട്ടികളെ കാണാൻ പോകുന്നതായിരിക്കും, ചിലവർ വളരെ സാഡായിരിക്കും. അപ്പോൾ ഒരുപാട് ടൈപ്പ് ഓഫ് എക്സ്പ്രഷൻസ് നമുക്ക് എയർപോർട്ടിൽ കാണും. ചിലവർ തേടി നടക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്ന് ഒരുപാട് ദൂരം നടന്ന് ബെൽറ്റ് നമ്പർ 5 ഞങ്ങളുടെ ലഗേജ് എത്തുന്നത്. ആ കാണുന്ന പെട്ടിയുടെ ബാക്കിലുള്ള സിൽവർ പെട്ടിയാണെന്നാണ് എൻ്റെ സംശയം. അത് തന്നെയാണ് തോന്നുന്നു. അത് തന്നെ, എൻ്റെ പെട്ടി തന്നെയാണിത്. അപ്പോൾ നല്ലൊരു ഹെവി പെട്ടിയായിരുന്നു. ഒരുപാട് ജാക്കറ്റ്സും സൂട്ട്സും പിന്നെ ഫുട്വെയറും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ സാധാരണ ഒറ്റയ്ക്ക് ഇത്രയും വലിയ പെട്ടി എടുത്ത് ട്രാവൽ ചെയ്യാറില്ല. വളരെ റെയർലി ഓഫീസ് യൂസിന് മാത്രം, എക്സ്റ്റെൻഡഡ് സ്റ്റേ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ പെട്ടി ഉപയോഗിക്കാറുള്ളൂ. നല്ല പെട്ടിയാണ്, സ്വിസ് ആർമി അങ്ങനെ എന്തിൻ്റെയാണ്, നല്ല പെട്ടിയായിരുന്നു. അങ്ങനെ ഞാൻ പുറത്തേക്ക് എയർപോർട്ടിന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ആകെ ഒരു ഡൽഹിയിലെ കാലാവസ്ഥ പെട്ടെന്നൊരു ഹ്യൂമിഡിറ്റി അടിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തു. യൂഷ്വലി ഡൽഹിയിലെ ക്ലൈമറ്റ് എന്ന് പറയുമ്പം ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ക്ലൈമറ്റാണ്. അങ്ങനെ ഞാൻ ക്യാബ് പിടിച്ച് ഹോട്ടലിലേക്ക് എത്തി. ഹോട്ടലിൽ എത്തുമ്പോഴേക്കും രാത്രി 10:30 ആയിരുന്നു. 10:30 അല്ല, ഐ തിങ്ക് 11:45 മണിയായിരുന്നു. ഈ ഹോട്ടലിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഹോട്ടൽ അത്രയും മോശമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഹോംലി സ്റ്റേ ആയിരുന്നു. ഇറ്റ് വാസ് നോട്ട് എ 5 സ്റ്റാർ സ്റ്റേ, പക്ഷേ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, വളരെ ഹോംലി ആയിട്ടുള്ളൊരു സ്റ്റേ. അങ്ങനെ നെക്സ്റ്റ് ഡേ ഞാൻ എഴുന്നേറ്റ് രാവിലെ തന്നെ ക്യാബ് കിട്ടിയില്ല എനിക്ക്. അതുകൊണ്ടൊരു ഓട്ടോയിൽ ഞാനും എൻ്റെ കൂടെ ഒരു കൊലീഗും കൂടി ഉണ്ടായിരുന്നു. പുള്ളി ഞാനും കൂടി ഓഫീസിലേക്ക് പോയി. പുള്ളി കമ്പനിയിൽ ജോയിൻ ചെയ്ത ഒരാളാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഓട്ടോ പിടിച്ച് ഞങ്ങൾ താമസിച്ചത് ന്യൂ ഫ്രണ്ട്സ് കോളനി എന്ന് പറയുന്ന ഒരു നല്ല കോളനി ആയിരുന്നു. ഡൽഹിയിൽ അവിടെയാണ് ഞങ്ങൾ താമസിച്ചത്. അവിടുന്ന് എൻ്റെ ഓഫീസ് ഓഖ്ല എന്ന് പറഞ്ഞ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാൻകൈൻഡ് ഫാർമ എന്ന് പറഞ്ഞ കമ്പനിയിലാണ്. അപ്പം നല്ല ഓഫീസ് സ്പേസും നല്ല ഭംഗിയുള്ള ഇതൊക്കെയുള്ള സ്ഥലമാണ്. എനിക്ക് ആക്ച്വലി ഞാൻ അത് കവർ ചെയ്തിട്ടില്ല, എന്നോടൊന്ന് തോന്നരുത്, ബിക്കോസ് എനിക്ക് അറിയില്ല ഓഫീസ് നമുക്ക് ഇങ്ങനെ അതിനെന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ വീഡിയോഗ്രാഫിക്ക് എന്ന് എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ കവർ ചെയ്തിട്ടില്ല ഓഫീസ്. അപ്പം നല്ല രസമായിരുന്നു. മറ്റേ ട്രാഫിക്കും പൊല്യൂഷനും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലത്തേക്ക് തിരിച്ചെത്തുന്നതെന്ന് പറയുമ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഈ ബാക്കിലുള്ള ശബ്ദമില്ലേ, അതൊന്ന് ഇഗ്നോർ ചെയ്യാം കേട്ടോ. എനിക്ക് ചെറിയൊരു കോൾഡ് ബാധിച്ചു. ക്ലൈമറ്റ് ചേഞ്ച് കാരണമാണ്. ട്രാവലിംഗ് ഫ്രീക്വൻ്റായിട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഒരു ക്ലൈമറ്റ് ചേഞ്ചും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഒരു കോൾഡിൻ്റെ പ്രശ്നം എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഓട്ടോ ചേട്ടന് ഞാനിങ്ങനെ കുറേ വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആ ട്രാഫിക്കൊക്കെ മാനൂവർ ചെയ്ത് അങ്ങനെ പോയി. ഇവിടെയാണ് ഞാൻ സ്റ്റേ ചെയ്തേക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ കമ്പനി ഗസ്റ്റ് ഹൗസ്. വൈകുന്നേരം എൻ്റെ ഫ്രണ്ട് വന്നിരുന്നു. അപ്പോൾ അവളും ഞാനും കൂടി രണ്ടുപേരും, എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അവളെൻ്റെ എല്ലാമാണ്. ഷീ ഈസ് മൈ ക്ലോസസ്റ്റ് പേഴ്സൺ ഓൺ ദിസ് പ്ലാനറ്റ്. ഷീ ഈസ് ദ ക്ലോസസ്റ്റ് പേഴ്സൺ ഐ ഹാവ് ഓൺ ദിസ് പ്ലാനറ്റ്. ആൻഡ് ഞങ്ങൾക്ക് 10-20 വർഷത്തെ പരിചയമുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടെ ന്യൂ ഫ്രണ്ട്സ് കോളനിയിൽ തന്നെയുള്ള മാർക്കറ്റ്, ഇവിടെ നല്ലൊരു ഹാപ്പനിങ് മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം അവളുടെ ബ്രദറിന് എന്തോ ഇവിടെ ഒരു റോളുണ്ട്, അൽബേക്ക് എന്ന് പറഞ്ഞൊരു നല്ല ഫേമസ് ആയൊരു റോൾ കടയുണ്ട്. അപ്പോൾ അൽബേക്കിൽ നിന്ന് ഞങ്ങൾ ചേട്ടന് വേണ്ടി ഒരു റോള് പ്രിപ്പയർ ചെയ്തെടുക്കുമായിരുന്നു. എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയി കഴിക്കുക ചെയ്തത്. അപ്പോൾ പുള്ളിക്കാരിയുടെ കൂടെ ഞാൻ ടൈം സ്പെൻഡ് ചെയ്ത്, അവളുടെ വീട് നോയിഡ എന്ന് പറഞ്ഞ സ്ഥലത്താണ്.
അപ്പം ഞാൻ അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് അവളെന്നെ തിരിച്ചു കൊണ്ടുവിടാൻ വന്ന സമയത്താണ് ഞങ്ങൾ ഈ മോളിലേക്ക് ഈ റോഡിലേക്ക് വന്നത്. ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് ഏരിയ ആണ്. അങ്ങനെ എല്ലാം ഉണ്ട് ഇവിടെ, സ്വീറ്റ്സ്, ബേക്കറി, പിന്നെ അങ്ങനെ. ഇതെൻ്റെ നെക്സ്റ്റ് ഡേയിലത്തെ ലഞ്ച്. പിന്നെ അങ്ങനെ 5 ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞു. ഞാൻ കോയമ്പത്തൂരിലേക്ക് ഉള്ള റിട്ടേൺ ഫ്ലൈറ്റുമായിട്ട് വരുമായിരുന്നു. എനിക്ക് അധികം ഓഫീസിൻ്റെ ട്രിപ്പുകളൊന്നും എടുക്കാൻ പറ്റിയില്ല. ബിക്കോസ് അതൊരു റെസ്ട്രിക്ഷൻസ് അവിടെ ഉണ്ടെന്നുള്ളതാണ് ഞാൻ അറിഞ്ഞേക്കുന്നത്. പക്ഷെ അതുകൊണ്ട് എനിക്ക് അധികം വീഡിയോഗ്രാഫി ഓഫീസുമായിട്ട് ചുറ്റിപ്പറ്റി ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ തിരിച്ച് 5 ദിവസത്തെ ട്രിപ്പിന് ശേഷം എൻ്റെ ജോയിനിങ്ങും ഇൻഡക്ഷനും പല കാര്യങ്ങളും, എൻ്റെ പേപ്പർ വർക്ക്സ്, പിന്നെ റീസ്ട്രക്ചർ ചെയ്തപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളുണ്ട്, എൻ്റെ ജോബ് റോളിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടുപിടിച്ച് അതൊക്കെ ചെയ്ത് ഫിനിഷ് ചെയ്ത് 5 ദിവസത്തെ സ്റ്റേ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, ഒരു ചെറിയ ഷോപ്പിങ്ങും ചെയ്തു ഞാൻ. മിനിസോ എന്ന് പറഞ്ഞ ഒരു നല്ല ഭംഗിയുള്ളൊരു ചെറിയ കടയാണ്. എനിക്കൊന്ന് കൊറിയനും ജാപ്പനീസ് പ്രൊഡക്ട്സൊക്കെ ഉള്ള കടയാണ് മിനിസോ. അവിടുന്ന് ഞാനൊരു സ്കിൻ ഫേസ് മാസ്കും ഒരു ഡാസിൽ എന്ന് പറഞ്ഞ ഒറോറ എന്ന് പറഞ്ഞ പേരിലുള്ള ഒരു പെർഫ്യൂമും വാങ്ങി. ഇറ്റ്സ് അമേസിങ്. I don't know why people spend 6,000, 7,000 or 10,000 on biggest of the big brands. പക്ഷേ this was a fantastic smell. നല്ലോണം ലാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ വീട്ടിലൊന്ന് ഉപയോഗിച്ച് നോക്കി. എനിക്കത് ഭയങ്കര ഇഷ്ടമായി ആ സ്പ്രേ. നിങ്ങൾ ആരെങ്കിലും മിനിസോയിൽ പോകുന്നുണ്ടെങ്കിൽ ഡാസിൽ ഒറോറ എന്നുള്ളതാണ് അതിൻ്റെ പേര്. എന്തായാലും വാങ്ങി ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ ടൈം വിൻഡോ ഷോപ്പിംഗ് ചെയ്യും. ഞാൻ എപ്പോഴും എയർപോർട്ടുകളിൽ വന്നു കഴിഞ്ഞാൽ ഒരു വെൽ പ്രിപ്പയർഡായിട്ട് ട്രാവൽ ചെയ്യുന്ന ആളാണ് ഞാൻ ലേറ്റ് ആവുന്നത് പൊതുവേ കുറവാണ്. ഞാൻ എപ്പോഴും സമയത്തിന് മുന്നിലാണ് എയർപോർട്ടുകളിൽ എത്തുന്നത്. എനിക്കിഷ്ടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എയർപോർട്ടിൽ വന്ന് ഇങ്ങനെ ചുറ്റിക്കറങ്ങി കടകളിലൊക്കെ കയറി വിൻഡോ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് പല സാധനങ്ങളും നോക്കി ഇഷ്ടപ്പെട്ട് മനസ്സിലൊരു ലിസ്റ്റ് ഉണ്ടാക്കി, ഈ സാധനം വാങ്ങണം, ഈ സാധനം വേണ്ട, അതെന്ത് രസമാണ്, ഇതിന് എത്ര രൂപയാവും, അങ്ങനെ കുറേ ഇൻക്വിസിറ്റീവ് ആയിട്ടുള്ള ഐഡിയാസൊക്കെ വെച്ച് ഞാനിങ്ങനെ ഡൽഹി എയർപോർട്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ളതുകൊണ്ട് ഇങ്ങനെ കയറി കണ്ടു. കുറേ കടകളിലൊക്കെ സമയം പോകാനായിട്ട് കണ്ടു. അങ്ങനെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ നടന്ന് എൻ്റെ ഗേറ്റിലേക്ക് എത്തി. എന്നിട്ടും അവിടെ ഒരുപാട് സമയമുള്ളതുകൊണ്ട് ഒരു റിക്ലൈനർ ചെയറിൽ ഞാൻ നല്ലോണം റെസ്റ്റ് എടുത്തു. ആക്ച്വലി ഭയങ്കര ഹെക്റ്റിക് ആയിരുന്നു എൻ്റെ 5 days. രാവിലെ 7 മണിക്ക് എഴുന്നേൽക്കുക, 8 മണിയാകുമ്പോഴേക്കും ഓഫീസിലെത്തുക, വൈകുന്നേരം മുഴുവൻ ജോലി ഉണ്ടാവുക. അപ്പം ഭയങ്കര ടയേർഡായിരുന്നു ഞാൻ. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഉറങ്ങി. ഇപ്പോൾ സമയം ഏകദേശം ഒരു വൈകുന്നേരം 3 മണി 4 മണി അങ്ങനത്തെ സമയമായിരുന്നു. വൈകുന്നേരം എത്തുന്നൊരു ഫ്ലൈറ്റായിരുന്നു. എയർപോർട്ടിൽ ഞാനൊരു 3:30 ഒക്കെ ആകുമ്പോഴേക്കും 2 o'clock ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി ലഞ്ച് കഴിച്ചിട്ട് ഒരു 3:30 ആകുമ്പോഴേക്കും ഞാൻ അവിടെ ഒരു 3:34 ആകുമ്പോഴേക്കും ഞാൻ എയർപോർട്ടിൽ എത്തിയിരുന്നു. അപ്പോൾ അങ്ങനെ ഫൈനലി കുറേ നേരം ഉറങ്ങി, 1 മണിക്കൂർ ഉറങ്ങി വായൊക്കെ നോക്കിയതിന് ശേഷം ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാൻ റിട്ടേൺ വരുന്നതും എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിൽ തന്നെ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഓർമ്മ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്നത് വെച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. മടി കാരണം വീഡിയോസൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ കൂട്ടി ഗാലറിയിൽ വെച്ചിരുന്നു. അപ്പം കുറേ ദിവസമായി ഞാനിത് എഡിറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ട് അപ്പോൾ അങ്ങനെ ബോർഡിങ് സ്റ്റാർട്ടായി. ഇത് നമ്മുടെ എയറോ ബ്രിഡ്ജാണ്. നല്ല ഭംഗിയുള്ള സെറ്റിങ്സ് ആണ്. നിങ്ങളിൽ എത്ര പേർക്കാണ് ഈവനിങ് ഭയങ്കര ഇഷ്ടം? എനിക്ക് ഭയങ്കര ഒരു ഡേയിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഈവനിങ് ആണ്. ആ സൺസെറ്റും ഒരു കാമിങ് എഫക്റ്റ്, നല്ലൊരു പഴയ പാട്ട്, പിന്നെ നല്ല ചൂട് ചായ, ആരോടെങ്കിലും വർത്താനം പറഞ്ഞിരിക്കുക. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പം ഇന്ന് ഈവനിങ്ങിൽ പോകുമ്പോൾ ഞാനിങ്ങനെ ഈവനിങ് സ്കൈ ഇങ്ങനെ ഒബ്സർവ് ചെയ്യായിരുന്നു. എന്ത് രസമായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ചില സംഗതികൾ നമുക്ക് ഫ്രെയിമിൽ ക്യാപ്ചർ ചെയ്യാനോ അല്ലെങ്കിൽ അത് നമുക്ക് വളരെ ഡിഫിക്കൾട്ടാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ കാണുന്ന ഓരോ കാഴ്ചയായിട്ട് ഇമോഷണലി കണക്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഫീൽ കിട്ടുന്നത്. അപ്പോൾ മേ ബി ഐ ഡോണ്ട് നോ, ചിലപ്പോൾ നിങ്ങളിൽ പല പേർക്കും ഇത് കാണുമ്പോൾ ഒരു ഇമോഷണൽ കണക്റ്റ് കിട്ടുമായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈവനിങ്സ്.
അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും ചെന്നൈയിൽ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ ഒരുപാട് ഈവനിങ്സിൽ നല്ല ചായയൊക്കെ കുടിച്ച് ടെറസിലിരുന്ന് കുറേ വർത്താനമൊക്കെ പറഞ്ഞ് ആബ്സല്യൂട്ട്ലി റിലാക്സ്ഡ് ആൻഡ് സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരിക്കുമായിരുന്നു. സോ ഈവനിങ്സ് ആർ മൈ കൈൻഡ് ഓഫ് തിങ്സ്. അങ്ങനെ ഞങ്ങൾ ടാക്സി എടുത്ത് ടാക്സിയിലേക്ക് പോവാണ്. സോ ബേസിക്കലി ദിസ് ഇസ് റൺവേയിലേക്ക് പോകുന്ന ഈ ഒരു പ്രോസസ്സിന് അവർ ടാക്സി എന്നാണ് പറയുന്നത്. സോ അപ്പോൾ ഇത് ഞങ്ങൾ റൺവേയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ എത്ര ബ്യൂട്ടിഫുള്ളാണ് സ്കൈയും സണ്ണും, എന്ത് രസം സെറ്റിംഗ് സണ്ണ് കാണാൻ. ഫൈനലി ഞങ്ങൾ റൺവേയിലെത്തി. ഫ്ലൈറ്റ് ഇസ് റെഡി ടു ടേക്ക് ഓഫ്. അപ്പോൾ സ്പീഡ് പതുക്കെ പിക്കപ്പ് ചെയ്യാണ്. ഏറ്റവും എക്സൈറ്റിംഗ് പാർട്ടാണ്. നല്ല രസമുള്ള ഒരു ഈവനിങ് ആയിരുന്നു. എല്ലാ പരിപാടിയും ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വിട്ടു പോകുമ്പോൾ നമുക്ക് എന്തായാലും ഭയങ്കര റിലാക്സ്ഡ് ഒരു മൈൻഡായിരിക്കും. നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ ടെൻഷനും കാര്യങ്ങളും ഉണ്ടാവും. അതായത് വർക്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവിടെ ചെയ്യേണ്ട ടാസ്കുകളെ കുറിച്ച് ആലോചിച്ചിട്ടുള്ള ആ ഒരു ടെൻഷനും മൈൻഡിൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ നമ്മളെല്ലാ വർക്കും ചെയ്ത് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പം എപ്പോഴും മൈൻഡ് റിലാക്സ്ഡ് ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ് തെറ്റിപ്പോയി കേട്ടോ. ഞാൻ വന്നത് ഇൻഡിഗോ ഫ്ലൈറ്റ് ആയിരുന്നു. ഇറ്റ് വാസ് നോട്ട് എയർ വിസ്റ്റാര. ഐ എം സോറി ഫോർ ദാറ്റ്. പിന്നെ ഇൻഡിഗോയിലും നമുക്ക് കമ്പനി ട്രാവലിംഗ്, കോർപ്പറേറ്റ് ട്രാവലിംഗ് ചെയ്യുന്നതുകൊണ്ട് അവർ ഫുഡൊക്കെ അവർ തന്നെ ബുക്ക് ചെയ്ത് തരും. അങ്ങനെ ഒരു നീണ്ട ഫ്ലൈറ്റ് ഒരു 3-3.5 മണിക്കൂറിന് ശേഷം ഈവനിങ് ഒക്കെ ആയി, രാത്രിയായി. ഇൻഫാക്റ്റ് ഒരു 10 മണിയായി. 7 മണി 7:30 ടേക്ക് ഓഫ് ടൈം. 10 മണി 10:30 ആയപ്പോൾ ലാൻഡ് ചെയ്തു ഞാൻ. ഇത് കാണുന്നത് ഞാൻ കോയമ്പത്തൂർ ടൗണാണ് കേട്ടോ. തിരിച്ച് കോയമ്പത്തൂരിൽ എത്തുന്ന ഒരു ടൗണായിരുന്നു. എന്നെ കൂട്ടാനായിട്ട് മമ്മിയും പപ്പയും പിന്നെ അതേപോലെ ഡ്രൈവറുകളും വന്നിരുന്നു. അവർക്ക് ചെറിയ ഷോപ്പിങ്ങൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അവർ നേരത്തെ പാലക്കാട് നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് കോയമ്പത്തൂരിൽ വന്ന് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് 10 മണിയാകുമ്പോഴേക്കും എന്നെ കൂട്ടാൻ വന്നു. അങ്ങനെ ഞാൻ വീട്ടിലെത്തി തിരിച്ച്. പിന്നെ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ചെറിയൊരു ഹെൽപ്പ് ചെയ്യുക, കുറച്ചൊക്കെ ഷെയർ ചെയ്യുക, സോ ദാറ്റ് മൈ വ്യൂസ് ക്യാൻ ഇൻക്രീസ്. അപ്പം എല്ലാം പറഞ്ഞ പോലെ അങ്ങനെ എൻ്റെ വ്യൂസും എല്ലാം കൂടട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തിൽ ഞാൻ ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യുന്നു. സോ ഐ ഹോപ്പ് ടു സീ യു ഗൈസ് സൂൺ ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ് ഇൻ വാരങ്കൽ. ബൈ, ടേക്ക് കെയർ.